ഈ ഇടതുപക്ഷത്തിന്റെ രണ്ടാം ഗവൺമെന്റ് വന്നതിന് ശേഷമുള്ള എല്ലാ കാര്യങ്ങൾക്കും അതെ അരി എത്ര എന്ന് ചോദിക്കുമ്പോൾ പയറഞ്ഞാഴി എന്നാണ് മറുപടി. ഒരു റീ എൻട്രിക്ക് ശ്രമിക്കുമ്പോൾ ആരംഭത്തിൽ അപമാനം. ശ്രീ ചിത്തരഞ്ജൻ, താങ്കൾ ഇപ്പോൾ ഒരു വില സൂചികയുടെ കാര്യം പറഞ്ഞല്ലോ, 19%. അതെ അതെ, നിങ്ങൾ ഈ കൂട്ടിയ വൈദ്യുതി നിരക്ക് ഏൽക്കാൻ പോകുന്നത് ഈ വില സൂചിക എന്താണെന്നോ അല്ലെങ്കിൽ നമ്മുടെ ഈ ഇൻഫ്ലമേഷൻ എന്താണെന്നോ ഒന്നും അറിയാത്ത സാധാരണക്കാരായ ഒരു 50% ജനങ്ങളെയാണെന്നത് ആദ്യം മനസ്സിലാക്കുക. നിന്റെയൊക്കെ തലവട്ടം കണ്ടപ്പോഴേ എനിക്ക് കഷ്ടകാലം തുടങ്ങിയല്ലോ. അവരെ 99 സീറ്റ് നൽകിയിട്ട് നിങ്ങളെ അധികാരത്തിൽ കയറ്റിയെന്ന് നിങ്ങൾ എല്ലാ ചാനൽ ചർച്ചകളിലും ഹുങ്കോട് കൂടി പറയുന്നുണ്ട്. അല്ലെങ്കിൽ കാലന് വഴി തെറ്റില്ലടാ, അത് കൃത്യമായിട്ട് വരും കൊണ്ടുപോകാൻ. ഞങ്ങളുടെ ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ നല്ല നടപടികളെ തുടർന്നാണ് ഞങ്ങൾക്ക് 99 സീറ്റ് നൽകിയിരിക്കുന്നതെന്ന്. അവനെ നമ്പിയാണ് ഞാൻ ഇങ്ങനെ ആയത്. ആ 99 സീറ്റ് നൽകിയിട്ട് അധികാരത്തിൽ കയറിയ ജനങ്ങൾക്ക് നിങ്ങൾ കൊടുക്കുന്ന സമ്മാനമാണോ? ഈ 2023 ബജറ്റിൽ നിങ്ങൾ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയത്? മൂക്കിന്റെ അവിടെ ഒരു മീറ്റർ വെച്ചുകൊണ്ട് അതിന് ഓക്സിജന് പോലും നികുതി കൊടുക്കേണ്ട ഒരു നിലയിലേക്കാണ് നിങ്ങൾ ആ ബജറ്റ് അവതരിപ്പിച്ചത്. എന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ചോ. ഒരു പൂവെടുത്ത് ചെവിയിൽ വെച്ചിട്ട് റോഡിൽ കൂടി ഒന്ന് ഓടിയാലോ എന്ന് ആലോചിച്ചിരിക്കുകയാണ് ഞാൻ. 100 യൂണിറ്റിന് മേൽ ഉപയോഗിച്ചിരുന്നവർക്ക് ഇനി വരാൻ പോകുന്ന ഭാരം 5 രൂപ മുതൽ 50 രൂപയാണ് ഈ സബ്സിഡിയുടെ ഭാരം മാത്രം വരാൻ പോകുന്നത്. ഇത് പിടിച്ചേ സ്വന്തം പറയാൻ എന്റെ കയ്യിൽ ഇത് മാത്രമുള്ളടാ. ആന്റണി രാജു കഴിഞ്ഞ പ്രാവശ്യം ബസ് ചാർജ് കൂട്ടിയിട്ട് നിങ്ങളുടെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, വിദ്യാർത്ഥികളുടെ ചാർജ് കൂട്ടേണ്ടതാണ്. കാരണം അവർ 5 രൂപ കണ്ടക്ടർക്ക് കൊടുത്തിട്ട് 2 രൂപ കഴിച്ച് ബാക്കി 3 രൂപ വാങ്ങാറില്ല. നീ എന്ത് തേങ്ങയാടി പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. 10 രൂപയാണെങ്കിൽ 7 രൂപയും തിരിച്ചു വാങ്ങാറില്ല. ഏത് ലോകത്താണ് ഇവരൊക്കെ ജീവിക്കുന്നത്? പൊട്ടന്ന ലോക പൊട്ടനാണ്. നികുതിപ്പണം കൊണ്ട് ഉണ്ണുകയും ഉറങ്ങുകയും ചെയ്തിട്ടുള്ള വറ്റെല്ലും ഇങ്ങനെയൊക്കെ പറയുന്നത്. അതാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ മഹിമ. എല്ലാ പൈപ്പറും നല്ല അടിപൊളി. 13 സാധനങ്ങൾക്ക് സബ്സിഡി നിരക്കിലെ സപ്ലൈകോയിൽ സാധനങ്ങൾ കിട്ടാതെ ജനങ്ങൾ അങ്ങേയറ്റം ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. റാക്കുകളൊക്കെ കാലിയാണ്. അതൊന്നും ഇല്ലെങ്കിലും ദാരിദ്ര്യത്തിന് കുറവൊന്നുമില്ലല്ലോ. വിലക്കയറ്റം പിടിച്ചു നിർത്താൻ യാതൊന്നും ചെയ്യുന്നില്ല. സ്വാഭാവികം. സപ്ലൈകോയിൽ സാധനമില്ല. KSRTC ജീവനക്കാരുടെ കുട്ടികൾക്ക് ഫീസ് കൊടുക്കാൻ വഴിയില്ല. ആ തേണ്ടി RDPയുടെ തൊലി ഒരുക്കുകയാണ് ഉത്തമ. സഹിക്കല്ലാതെ എന്ത് ചെയ്യാം? SCBയെ നല്ല നിലയിൽ കൊണ്ടു നടക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന് സാധിക്കില്ലെന്ന് KSRTC പോലെ തന്നെ നിങ്ങൾ തെളിയിച്ചിരിക്കുകയാണ്. പട്ടിയുടെ വാല് 12 കാലം കൊള്ളിട്ടിട്ട് എന്താ കാര്യം? പട്ടിക്ക് കൂടി തോന്നണ്ടേ അത് നിവർത്തിയെടുക്കണോന്ന്. സാധാരണക്കാരനെ പിഴിഞ്ഞുകൊണ്ട് ദാരിദ്ര്യം മാറ്റാമെന്നുള്ള നിങ്ങളുടെ മോഹമുണ്ടല്ലോ, അത് അങ്ങേയറ്റം ഇതാണിപ്പോ ചേട്ടാ അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. ഇന്നിനി വയ്യ, നാളെ വന്നും ബാക്കി വാങ്ങിച്ചോളാം.